ഹോണ്ടയുടെ ഇപ്പം നമ്മൾ നമ്പർ ഓഫ് വെഹിക്കിൾസ് എണ്ണം നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ പുതിയ വാഹനങ്ങളില്ല. അപ്പം ഇന്ത്യ വിട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പം എന്തുകൊണ്ടൊരു ഹോണ്ട വാഹനം എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സെയിൽസ് ഒക്കെ നോക്കുന്ന ചേട്ടനാണെങ്കിൽ ഇതിന് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ് ടു അതർ ബ്രാൻഡ്സ് ഹോണ്ടയിലുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് പറയത്തക്ക എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ, അതോ എല്ലാ മുഖ്യധാര വാഹനങ്ങൾ പോലെ ഹോണ്ട അങ്ങനെ കച്ചവടം ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ നിലവിലിപ്പം ഡീസൽ എൻജിൻസ് എല്ലാം മാറ്റി പെട്രോൾ എൻജിൻസൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ വലിയ വണ്ടി വരുമ്പോൾ ഇപ്പോൾ ഒരു നമ്മൾ ഈ ഒരു എലിവേറ്റിൻ്റെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൈലേജൊക്കെ എങ്ങനെയായിരിക്കും? എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. പ്രൊഫഷണൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹോണ്ട എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ചാണ്. ഇത് നമ്മളുടെ ഉള്ളത് ശരത്തേട്ടാണ്. ശരത്തേട്ടൻ നമസ്കാരം. ഇദ്ദേഹം നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ഹോണ്ടയുടെ മുത്തൂറ്റ് ഹോണ്ടയുടെ ഷോറൂമിൻ്റെ GM ആണ്. അപ്പം പ്രത്യേകിച്ച് സെയിൽസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിരുന്നു. കാരണം ഒരിക്കലും ആരും ചെയ്യാത്തൊരു പരീക്ഷണത്തിലേക്ക് നമ്മൾ പോയി. ഒരു ഹോണ്ട എലിവേറ്റിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അത് ഒരുപാട് പേര് ചർച്ച ചെയ്യപ്പെട്ടു. അപ്പം അന്നേരം മുതൽ ചേട്ടനോട് സംസാരിച്ച് മനസ്സിലായി ചേട്ടൻ ഒരുപാട് ഈ ഹോണ്ടയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് കൊണ്ടുവരണമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഹോണ്ട എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ നല്ല സ്ഥാനം തന്നെയാണ് ഉള്ളത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് മാരുതിയും ടൊയോട്ടയ്ക്കും ഒക്കെ ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ബ്രാൻഡുകളൊന്നാണ്. പ്രത്യേകിച്ച് ഒരു പ്രീമിയം ക്ലാസ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സൊക്കെ നോക്കുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷേ 1-2 സംശയങ്ങൾ ചോദിക്കാം. ഈ ഹോണ്ടയുടെ ഇപ്പം നമ്മൾ നമ്പർ ഓഫ് വെഹിക്കിൾസ് എണ്ണം നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ പുതിയ വാഹനങ്ങളില്ല. അപ്പം ഇന്ത്യ വിട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇല്ല, അങ്ങനെ ഒരിക്കലും ഹോണ്ടയെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. കാരണം വെച്ചാൽ ഇപ്പം ഇന്ന് വേൾഡിൽ എക്സ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അതായത് ജപ്പാനിലേക്ക് ഒരു വാഹനം കയറ്റി അയക്കുന്ന ഹോണ്ടയുടെ ബ്രാൻഡിൽ നിന്നും പോകുന്നൊരു വണ്ടിയാണ് എലിവേറ്റ്. അപ്പോൾ അതൊരു പുതിയ ഇനിഷ്യേറ്റീവാണ്. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ പ്ലാന്റ് തപ്പൂക്കലുള്ള പ്ലാന്റ് വെച്ചാൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള പ്ലാന്റിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്ലാന്റ് ആണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പുതിയ സ്ട്രാറ്റജി ഇപ്പോൾ ഒരിക്കലും വണ്ടിയുടെ എണ്ണത്തിന് വെച്ചിട്ട് നമ്മളൊരിക്കലും ഇന്ത്യ വിട്ട് പോകുമെന്ന് അങ്ങനെ ഒരു അസസ്മെൻറ്റിൽ എത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് താഴോട്ട് കുറേ ബ്രാൻഡുകളുണ്ട്. ഇപ്പോഴും ഹോണ്ട നിങ്ങൾ പറഞ്ഞ ലിമിറ്റഡ് പ്രോഡക്റ്റ് വെച്ചിട്ട് ഇപ്പോഴും 5ാമത്തെ 6ാമത്തെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിന് താഴോട്ടുള്ള ബ്രാൻഡുകൾ പോകാതെ ഹോണ്ട ഇന്ത്യ വിട്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഒരു മണ്ടത്തരമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. പിന്നെ ഒബിയസ്ലി എല്ലാവരും ചിന്തിക്കുമ്പോൾ ഒരു 2014 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് പ്രോഡക്റ്റിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറയുമ്പോൾ ഏതൊരു കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. തീർച്ചയായും. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു 3 വർഷത്തെ ഹോണ്ടയുടെ PNL നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഈ 3 കഴിഞ്ഞ കോവിഡിന് ശേഷമാണ്. ഇവരുടെ കോവിഡിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഹോണ്ട എന്നുള്ളൊരു ബ്രാൻഡ് പ്രോഫിറ്റബിലിറ്റി ലെവലിലോട്ട് വന്നേക്കുന്നത്. സോ അത് ജാപ്പനീസിൻ്റെ അവരുടെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് പരമാവധി എക്സ്പെൻസ് കുറച്ചുകൊണ്ട് മാക്സിമം പ്രോഫിറ്റബിലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പല പ്രോഡക്റ്റുകളും ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്തത്. അതൊരിക്കലും ഇന്ത്യ വിട്ടുപോകുന്നതിന് സൂചനയല്ല, പുതിയ പ്രോഡക്റ്റുകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് മാത്രമാണ്. ഇപ്പം എന്തുകൊണ്ടൊരു ഹോണ്ട വാഹനം എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സെയിൽസ് ഒക്കെ നോക്കുന്ന ചേട്ടനാണെങ്കിൽ ഇതിന് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ് ടു അതർ ബ്രാൻഡ്സ് ഹോണ്ടയിലുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് പറയത്തക്ക എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ, അതോ എല്ലാ മുഖ്യധാര വാഹനങ്ങൾ പോലെ ഹോണ്ട അങ്ങനെ കച്ചവടം ചെയ്യുന്നതേ ഉള്ളൂ, കസ്റ്റമേഴ്സ് എന്താണ് ബെനിഫിറ്റ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയും. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഹോണ്ട എടുക്കണം? ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ എലിവേറ്റ് എന്നുള്ളൊരു പ്രോഡക്റ്റ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അമേസ് എന്നുള്ള പ്രോഡക്റ്റ് നോക്കുവാണെങ്കിൽ സിറ്റി എന്നൊരു പ്രോഡക്റ്റ് എല്ലാവരും പറയുന്നത് ഓവർ പ്രൈസ്ഡ് ആണ്. ശരിക്കും കറക്റ്റായിട്ടൊരു കമ്പാരിസൺ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അതായത് കൃത്യമായിട്ട് എലിവേറ്റിൻ്റെ കോമ്പറ്റീറ്ററിൻ്റെ ഫീച്ചേഴ്സ് പ്രൈസ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും വാല്യൂ ഫോർ മണി ആയിട്ട് വേറൊരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ വേറെ കിട്ടാനില്ല. ഞാൻ പറയുന്നത് ഈ സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ. അതുപോലെ ഇപ്പം സിറ്റിയുടെ പ്രൈസ് റേഞ്ചും സിറ്റിയുടെ സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിലും സിറ്റി 16 ലക്ഷം രൂപയ്ക്ക് അഡാസുള്ള വേറൊരു പ്രോഡക്റ്റും ഓട്ടോമാറ്റിക് മോഡലില്ലാതെ 16 ലക്ഷം രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് ഇന്ന് ഇന്ത്യയിൽ കിട്ടാനില്ല. അമേസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ആൻഡ് മോഡൽ പോലും 11 lakhs rupees താഴെ നിൽക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഓൺ റോഡ് CVT ഗിയർ ബോക്സോടുകൂടി പാഡൽ ഷിഫ്റ്റോടുകൂടി ഒരു പ്രോഡക്റ്റ് കിട്ടാനില്ല. ഇതെല്ലാം തന്നെ ഹോണ്ടയുടെ വാല്യൂ ഫോർ മണി കൺസെപ്റ്റിലോട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഇപ്പോൾ 7 year അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയാണ് ഹോണ്ട പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. വേറെ ആർക്കും അറിയത്തില്ല. നിങ്ങളൊരു കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എല്ലാവരും ടാറ്റയുടെ സേഫ്റ്റിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അതുപോലെ മഹീന്ദ്രയുടെ സേഫ്റ്റിയെ കുറിച്ച് എല്ലാവരും സേഫ്റ്റി ഒരു ആംഗിളിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ സേഫ്റ്റി ആംഗിലോട്ട് പോകുമ്പോൾ നമുക്ക് പലയിടത്തും പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ലൈക്ക് ഒരു ജർമ്മൻ കാർ നോക്കുവാണെങ്കിൽ സേഫ്റ്റി
ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡായിരിക്കും ജർമ്മൻ ബ്രാൻഡ്. തീർച്ചയായും. പക്ഷേ അതിനകത്തൊരു നെഗറ്റിവിറ്റി വരുന്നത് ആഫ്റ്റർ റീസെയിൽ വാല്യൂ. ഒരു 60,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ റീസെയിൽ വാല്യൂ? അവിടെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വണ്ടി എടുക്കാനായിട്ടൊരു സെക്കൻഡ് സെയിൽസിലോട്ട് വരുമ്പോഴത്തേക്ക് എടുക്കാനൊരു ടെൻഡൻസി കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി ജർമ്മൻ കാർസിനുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ സേഫ്റ്റിയുടെ ഒപ്പം തന്നെ ഡ്യൂറബിലിറ്റി ഒരു മെയിൻ ഘടകമാണ്. അതുപോലെ തന്നെ റീസെയിൽ വാല്യൂ ഒരു ഘടകമാണ്. അതുപോലെ വാറണ്ടി ഒരു ഘടകമാണ്. ഇപ്പം നിങ്ങൾ തന്നെ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ ഏതൊരു ബ്രാൻഡ് ഒരു കാർ എടുക്കുകയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വാഹനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഫ്യൂച്ചറിൽ ഓവർ ഡിപ്രീസിയേഷൻ കൂടുതൽ വരുന്നൊരു കൺസെപ്റ്റാണ്. അതെ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബേസിക് നീഡ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൈമറി നീഡാണ് ഒരു വാഹനം. അതുപോലെ തന്നെ റോഡും തോറും വില കുറയുന്നൊരു കൺസെപ്റ്റിലോട്ട് വരും. ഇപ്പോഴത്തെ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഏത് ബ്രാൻഡ് നോക്കുകയാണെങ്കിലും, ഇപ്പം ലൈക്ക് ഹോണ്ട ആണെങ്കിലും, ഏതൊരു കൊറിയൻ ബ്രാൻഡ് ആയിക്കോട്ടെ, ജാപ്പനീസ് ബ്രാൻഡ് ആയിക്കോട്ടെ, ജർമ്മൻ ബ്രാൻഡ് ആയിക്കോട്ടെ, ഏത് ബ്രാൻഡ് നോക്കിയാലും ഫീച്ചേഴ്സ് കണ്ടമാനം കുത്തിത്തിരിയാണ് വരുന്നത്. വൺസ് ഇതിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ, അതായത് ഒരു 4th ഇയർ അല്ലെങ്കിൽ 5th ഇയർ വരെയാണ് പരമാവധി എല്ലാ ബ്രാൻഡുകളും കൊടുക്കുന്ന വാറണ്ടി. ആ വാറണ്ടി പീരീഡ് അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റഡ് കിലോമീറ്ററാണ്. ഈ കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സെൻസർ കംപ്ലയിൻസോ എന്തെങ്കിലും തരത്തിലുള്ള ബാക്കിയുള്ള കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കസ്റ്റമർ അയാളുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇത് പിന്നെ മേടിച്ചു നടക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് ഹോണ്ട എന്നുള്ള ബ്രാൻഡ് എന്തുകൊണ്ട് എടുത്തുകൂടാ എന്നുള്ളൊരു ചിന്ത വരുന്നത്. ബിക്കോസ് നമുക്ക് 3 വർഷം വണ്ടി അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഈ കാർ ഉപയോഗിക്കുകയാണെങ്കിൽ 7 ഇയർ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയിലോട്ട് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 7 ഇയർ കഴിഞ്ഞാൽ അടുത്ത 3 ഇയേഴ്സിലോട്ടും നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് ഈ വണ്ടിയുടെ സെൻസറിനോ അല്ലെങ്കിൽ ഇപ്പോൾ അഡാസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തൊരു സംഭവമാണ് അഡാസ് എന്നുള്ള സാധനം. അതിനൊരു സെൻസറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് റീപ്ലേസ് ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം ഹോണ്ടയെ സംബന്ധിച്ച് ഒരു കസ്റ്റമർ വണ്ടി എടുക്കുകയാണെങ്കിൽ 7 വർഷത്തിനകത്ത് ഇതിനകത്ത് എന്ത് സംഭവിച്ചാലും ഫ്രീ റീപ്ലേസ്മെൻറ്റോടുകൂടി തന്നെ വണ്ടി പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നാളെ നമുക്ക് വേണ്ട ഈ വണ്ടി മാറ്റണമെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനൊരു സെൻസേഴ്സോ കാര്യങ്ങളോ കത്തിക്കിടക്കുകയാണെങ്കിലും കസ്റ്റമർക്ക് യാതൊരു രീതിയിലും ടെൻഷനോ കാര്യങ്ങളോ അടിക്കേണ്ട. ഷോറൂമിൽ കൊണ്ടുവന്ന് ഫ്രീ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് വണ്ടി സെയിൽ ചെയ്യാൻ പറ്റും. അപ്പം റീസെയിൽ ആംഗിളിൽ നോക്കുമ്പോഴത്തേക്ക് കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ടൊരു വെഹിക്കിൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഏറ്റവും ഞാൻ കാണുന്ന ഒരു മെയിൻ പ്രത്യേകത. അതായത് അതാണ് ഒരു കമ്പനിയുടെ ഒരു കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ 2 സേഫ്റ്റി. ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മുടെ എല്ലാ വണ്ടികളും സ്റ്റാൻഡേർഡ് 6 എയർ ബാഗ്സ് വെച്ചാണ് വരുന്നത്. അമേസ് ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ ഈ എലിവേറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എലിവേറ്റിൻ്റെ ഇതുവരെ ഇവർ ക്രാഷ് ടെസ്റ്റിന് അയച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മളും 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് അല്ലാതെ സോഷ്യൽ മീഡിയയിലും വരുന്നുണ്ട്. ഇടിച്ചിട്ടുണ്ടായിട്ടുള്ള ആഫ്റ്റർ വണ്ടിയുടെ ഒരു സ്ട്രെങ്തിനെ കുറിച്ചല്ല, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു വണ്ടി എടുക്കുമ്പം ഫസ്റ്റ് നോക്കുക, ഇപ്പോൾ മലയാളികൾ നോക്കുകയാണെങ്കിൽ അവർ ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് കൊടുത്താൽ എന്ത് കിട്ടും നോക്കും. അതുപോലെ തന്നെ 2 നോക്കുന്നത് ഫ്യൂൽ എഫിഷ്യൻസി നോക്കും. 3 നോക്കുന്നത് ബ്രാൻഡ് വാല്യൂ നോക്കും. 4 വാല്യൂ ഫോർ മണി, എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് നോക്കും. 5 നമ്മൾ നോക്കുന്നത് ഈ വണ്ടി എത്രത്തോളം ഡ്യൂറബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് നോക്കും. ഇങ്ങനെയുള്ള എല്ലാ കൺസെപ്റ്റും വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഹോണ്ട അല്ലാതെ ഒരു ബ്രാൻഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ പറ്റും. വെല്ലുവിളിയാണ് ഏറ്റവും തീർച്ചയായും. അത് നമ്മളത് എന്തുകൊണ്ടത് അങ്ങനെ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഏതൊരു ബ്രാൻഡ് എടുത്തോ, നിങ്ങൾ ഹോണ്ട വെച്ചിട്ട് നിങ്ങൾ ഏതൊരു ബ്രാൻഡ്, ഒരു കൊറിയൻ ബ്രാൻഡ് ആണെങ്കിലും ജർമ്മൻ ബ്രാൻഡ് ആണെങ്കിലും ജാപ്പനീസ് ബ്രാൻഡ്, ഏത് ബ്രാൻഡ് നമ്മൾ എടുത്താലും എന്തുകൊണ്ട് ഹോണ്ട വ്യത്യസ്തമായി നിൽക്കുന്നത് വെച്ചാൽ നിങ്ങൾ സേഫ്റ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്ക് ഒരു രീതിയിലും ഇപ്പോൾ പുതിയ ജനറേഷൻ വണ്ടികളിലൊന്നും തന്നെ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് റീസെയിൽ വാല്യൂ ഒരു പരിധിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് ഒരു കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫീച്ചേഴ്സ് നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ എലിവേറ്റിൻ്റെ സെഗ്മെൻറ്റിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വിത്ത് പാഡൽ ഷിഫ്റ്റ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC, അതുപോലെ തന്നെ 6 എയർ ബാഗ്സ്, ഇങ്ങനെയുള്ള ഇത്രയും ഫെസിലിറ്റി ഉള്ള ഒരു ബ്രാൻഡും എനിക്ക് തോന്നുന്നില്ല ഇന്ന്, ബ്രസ ഒഴിച്ച്. കാരണം ബ്രസ ഈ സെഗ്മെൻ്റ് അല്ല, അത് സബ് 4 മീറ്ററിൽ നിൽക്കുന്ന ഒരു SUV ആണ്. സബ് 4 മീറ്റർ പുറത്തോട്ട് SUV നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രാൻഡ് അല്ലാതെ വേറൊരു വണ്ടി ആ സെഗ്മെൻറ്റിൽ 16 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് കിട്ടത്തില്ല. 16 ലക്ഷം രൂപ ഓൺ റോഡ് കിട്ടത്തില്ല. ഓൺ റോഡാണ് ഞാൻ പറയുന്നത്, വേറെ ബ്രാൻഡുകൾ എലിവേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ നമുക്കിപ്പോൾ നിലവിലിപ്പം ഡീസൽ എൻജിൻസ് എല്ലാം മാറ്റി പെട്രോൾ എൻജിൻസൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലെ വലിയ വണ്ടി വരുമ്പോൾ ഇപ്പോൾ ഒരു നമ്മൾ ഈ ഒരു എലിവേറ്റിൻ്റെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൈലേജ് ഒക്കെ എങ്ങനെയായിരിക്കും ശരിക്കും പറയാം, ഉള്ള കറക്റ്റായിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു കാര്യം പറയാനുള്ളത് ആദ്യമേ ഈ മൈലേജിൻ്റെ കാര്യം. ഇപ്പം ഇതിൻ്റെ കോമ്പറ്റീഷൻ നോക്കുവാണെങ്കിൽ എല്ലാ വണ്ടികളെയും ഈ കോമ്പറ്റീഷൻ ബ്രാൻഡിനെക്കാളും എല്ലാം മിനിമം 3 മുതൽ 4 കിലോമീറ്റർ കുറച്ചാണ് ഈ വണ്ടിയുടെ ARI സർട്ടിഫൈഡ് കാണിച്ചിരിക്കുന്നത്. അതൊരു കാര്യം പറയാനുള്ളത്, ARI സർട്ടിഫൈഡ് മൈലേജിനോട് 90% നീതി പുറത്തൊരു ബ്രാൻഡാണ് ഹോണ്ട. ഈ പറയുന്നത് 17 പറഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പനി പറഞ്ഞത് 17.68 മൈലേജ് പറഞ്ഞത്. 17.68 മൈലേജ് പറഞ്ഞ കസ്റ്റമർക്ക് ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ, ലോങ് ഡ്രൈവ് ആണല്ലോ ഓവറോൾ മൈലേജ്, സിറ്റി ഡ്രൈവ് അല്ല, ലോങ് ഡ്രൈവ്.
ലോങ് ഡ്രൈവ് ആണെങ്കിൽ മിനിമം ഒരു 15 എബോ 15 to 17 അല്ലെങ്കിൽ 15 to 16 മൈലേജ് ഉറപ്പായിട്ടും എലിവേറ്റ് കിട്ടിയിരിക്കും. സിറ്റി മൈലേജ് നമുക്കൊരു 13-14 കമ്പനി പറയുന്നതെങ്കിലും 11 മുതൽ 13 മൈലേജ് ഉറപ്പായിട്ടും നിങ്ങൾ കേട്ടോ ഈ ബ്രാൻഡിൽ അത് ഗ്യാരൻറ്റീഡാണ്. ഞാൻ പറഞ്ഞത് കസ്റ്റമർ ഫീഡ്ബാക്കാണ്, കസ്റ്റമർ പറയുന്ന മൈലേജാണ്. ഇപ്പം നമ്മൾ ചുമ്മാ ഒരു തള്ളിൻ്റെ പുറത്ത് 20 കിട്ടും 25 കിട്ടും നമ്മൾ പറയത്തില്ല. അതെ, ഈ ഒരു ലെവലിലുള്ള മൈലേജ് ഈ വണ്ടി കിട്ടും അല്ലേ. പിന്നെ 1.5 ലിറ്റർ എഞ്ചിനാണ്, ഇത്തരം പവറും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മൈലേജ് തീരെ കുറഞ്ഞൊരു മൈലേജ് അല്ല. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എലിവേറ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, നമുക്ക് അത് അറിഞ്ഞിരിക്കാം. അതുപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു മോഡലാണ് ഈ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന ഹൈബ്രിഡ് വണ്ടി എടുക്കുന്നത് ഫ്യൂൽ എഫിഷ്യൻസി, ബാക്കി ഫ്യൂൽ എഫിഷ്യൻസിയോട് ഒരു മാസം നമുക്കൊരു മിനിമം ഒരു 2000-3000 കിലോമീറ്റർ ഓട്ടോ ഇല്ലെങ്കിൽ ഹൈബ്രിഡ് എടുക്കുന്നത് ശരിക്കും പറയാം വേസ്റ്റ് ഓഫ് മണിയാണ്. കാരണം ഹൈബ്രിഡും പെട്രോളും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് ഓൾമോസ്റ്റ് 5 lakhs അല്ലെങ്കിൽ 3 lakhs ഡിഫറൻസ് വരും. ഇതിന് EMI കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഈ വണ്ടിയിൽ പെട്രോൾ അടിച്ച് ഉപയോഗിക്കാതെ ഉള്ളൂ. നമ്മൾ അങ്ങനെ അതല്ല, ആൾക്ക് നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഹൈബ്രിഡ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. നമ്മളത് തർക്കിക്കുന്നില്ല. ഹൈബ്രിഡ് വെർഷൻസും നമുക്കുണ്ട്. ഇപ്പോൾ സിറ്റിയിലേക്കകത്ത് ഹൈബ്രിഡ് നമുക്ക് വരുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ശരതേട്ട ഇപ്പം നമുക്ക് ഇപ്പോൾ ലൈനപ്പിലുള്ള 3 വാഹനങ്ങളാണ്. ഏറ്റവും നമുക്ക് അഫോർഡബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന അമേസാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ ഈ ഒരു ദീപാവലി സമയത്തേക്ക് ആ വണ്ടി 8.5 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ? അതെ. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എലിവേറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിലാണ് പ്രൈസിങ്ങിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹോണ്ട സിറ്റി വരും. അല്ല, സിറ്റിയും എലിവേറ്റും സെയിം പ്രൈസിങ് ആണ്. ഹൈബ്രിഡ് വരും. ഹൈബ്രിഡ് മാത്രമേ ഉള്ളൂ 20 lakhs above പോകുന്നത്. അത് ആ ടെക്നോളജിക്കുള്ള പേയ്മെൻ്റ് ആണ്. പിന്നെ നമ്മൾ ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിലും സിറ്റി BMDയുടെ 15 ലക്ഷം രൂപ മുതൽ 16 ലക്ഷം രൂപ വെച്ച് അഡാസ് ഉൾപ്പെടെയുള്ള ഫീച്ചർ കിട്ടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ അമേസ് കഴിഞ്ഞ അടുത്ത സെഗ്മെൻറ്റ് നിൽക്കുന്നത്. പിന്നെയാണ് എലിവേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു വരുന്നത് നമുക്കിനി പുതുതായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാസവും പുതിയ പുതിയ വാഹനങ്ങളെ ലോഞ്ചുകളോ റിലീസുകളാണ്. അതെ. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് ഇപ്പം എലിവേറ്റ് ഇപ്പോൾ ഏകദേശം ഒരു 1 year ആയല്ലോ വന്നിട്ട് പുതിയൊരു വാഹനത്തെക്കുറിച്ച് ഉറപ്പായും. കാരണം ഹോണ്ടയെ സംബന്ധിച്ച് ഹോണ്ട അത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്. സ്വാഭാവികമായിട്ട് അവർ അത്ര തന്നെ ജാപ്പനീസിൻ്റെ ഒരു പ്രത്യേകത അറിയില്ല. അവർ വളരെ സ്ലോ സ്റ്റഡിയാണ്. അവർ അത്രയും നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് നോർമലി മോഡൽസ് ഇറക്കുന്നതാണ്. ഇപ്പോൾ ഈ മോഡൽ ഇറക്കുവാണെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി, ഒരുപാട് നാൾ മുമ്പേ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നൊരു മോഡലാണ്. ഇപ്പോഴാണ് വണ്ടി കൊണ്ടുവന്നത്. എന്തായാലും ഫ്യൂച്ചറിൽ ഇപ്പം 2025 പുതിയ കുറേ മോഡൽസ് വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് മോഡൽസ് അല്ല, അത്യാവശ്യം മാരുതിയുടെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ഒരു ഇലക്ട്രിക് ഒരു ഇത് ഇറങ്ങിയിട്ടില്ല, പഠിച്ചോണ്ടിരിക്കുക. അതെ, ജാപ്പൻ പീപ്പിൾ എപ്പോഴും അങ്ങനെയാണ്. തീർച്ചയായും. കാരണം മാരുതിയുടെ ഒരു സെയിൽസ് ആണ് എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിന്റെ ചലനം സൃഷ്ടിക്കുന്നത്. മാരുതി ഡീസൽ നിർത്തിക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഡീസൽ നിർത്തി വന്നത്. മാരുതി ഇലക്ട്രിക് ഇറക്കുമ്പോൾ ആക്ച്വലി അതാണ് അവർ അത്രയും സ്റ്റഡി ചെയ്തിട്ടാണ് ഓരോ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് വരുന്നത്. അതൊരു ജാപ്പനീസ് ബ്രാൻഡാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അപ്പോൾ അവർ അത്രയും നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടായിരിക്കും ഒരു മോഡൽ ഇറക്കും. ഓക്കെ. അപ്പോൾ ശരതേട്ടൻ പ്രതിദാനം ചെയ്യുന്ന മുത്തൂറ്റ് ഗ്രൂപ്പിനാണ്, മുത്തൂറ്റ് ഹോണ്ടയാണ് പ്രതിദാനം ചെയ്യുന്നത്. അപ്പോൾ വേറെ കാര്യം കേട്ടായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് ഹോണ്ട ഡീലേഴ്സിലൊന്നും. അതെ, അത് സെയിൽസ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ മെയിനായിട്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ മുത്തൂറ്റ് ഹോണ്ട കൊല്ലമാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത്. 2012 സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ 2012 മുതൽ ഇങ്ങോട്ട് നമ്മൾ കസ്റ്റമർ സെയിൽസ് സാറ്റിസ്ഫാക്ഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ഏകദേശം ഒരു 10-12 കൊല്ലം നമ്മൾ തന്നെയാണ് ടോപ്പ്. ഒരു 5 ഡീലേഴ്സിൽ എൻ്റെ ഇന്ത്യയിൽ 5 ഡീലേഴ്സിൽ നമ്മുടെ പേരെപ്പോഴും വരും. ഇന്ത്യയിലെ തന്നെ ടോപ്പ് 5 ഡീലേഴ്സിനകത്ത് നമ്മുടെ പേരെപ്പോഴും കാണാറുണ്ട്. അത് സെയിൽസ് സാറ്റിസ്ഫാക്ഷനിൽ. അതുകൂടാതെ തന്നെ നമ്മളിപ്പം ഇവിടെ ട്രിവാൻഡ്രം തുടങ്ങിയ 2022 ഇഞ്ചക്കിൽ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഗൂഗിൾ റേറ്റിംഗും ഇഞ്ചക്കൽ ഷോറൂമിൻ്റെ ഗൂഗിൾ റേറ്റിംഗ് എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 4.9 ആണ് നമ്മുടെ ഗൂഗിൾ റേറ്റിംഗ്. അത് പലരും വിചാരിക്കുക നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ്, പക്ഷേ അങ്ങനെയല്ല. അത് നമ്മൾ ഓരോ കസ്റ്റമറിനെയും കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്കാണ്. നെഗറ്റീവ് കമൻസും ഉണ്ട്, പോസിറ്റീവ് കമൻസും ഉണ്ട്. അപ്പോൾ നമ്മളത് അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്തിട്ട് എന്താണോ അവർക്ക് ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ കിട്ടുന്ന യൂസർ എക്സ്പീരിയൻസ് അത് അതുപോലെ തന്നെ നമ്മൾ ഇടാൻ വേണ്ടി മാത്രമേ കസ്റ്റമർ എടുത്ത് പറയാറുള്ളൂ. 100% അവർ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ ഇതുണ്ട്. പിന്നെ ഞങ്ങളിവിടെ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം ട്രാൻസ്പെറൻസി ഡീലാണ്. ഒരിക്കലും ഹൈഡ് ആൻഡ് സീക്ക്. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കസ്റ്റമർ തോന്നാം ഇവിടെ ബെനിഫിറ്റ്സ് കുറവാണ്, അങ്ങനെയൊക്കെ പല തോന്നലുകൾ കസ്റ്റമർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിട്ടേ കാര്യങ്ങൾ സംസാരിക്കും. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഞാൻ എപ്പോഴും നമ്മുടെ ടീമിൻ്റെ അടുത്തും പറയുന്നൊരു കാര്യമാണ്, എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് സത്യസന്ധമായിട്ട് പറയാം. അതിനകത്തൊരു ഗിമിക്സ് ചേർത്ത് പറയരുത്. അതിൻ്റെ ബെനിഫിറ്റാണ് നമുക്ക് ഇത്രയും കസ്റ്റമർ റേറ്റിംഗും കാര്യങ്ങളും എല്ലാം തരുന്നത്. അതെ. അപ്പോൾ ശരതൻ എത്ര വർഷമായിട്ട് ഇങ്ങനെ ഹോണ്ടയായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുത്തൂറ്റ് ഹോണ്ട? ഞാൻ മുത്തൂരിൽ 11 വർഷമായിട്ട്. 11 വർഷമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ചാനലിൽ ഇതുവരെ അങ്ങനെ ഞാൻ ആരും ഒരു ഗസ്റ്റായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. ലൈക്ക് ഇതുവരെ ജീവസിനെ ഒന്നും കൊണ്ട് സംസാരിപ്പിച്ചിട്ടില്ല. കാരണം എല്ലാവരും വിചാരിച്ചൊരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റില്ല. ഞാൻ ശരതേണ്ണ കൊണ്ട് ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് കൂടാതെ തന്നെ
ഒരു ബ്രാൻഡിനെ കുറിച്ച് അത്രയും സോളിഡായിട്ട് അല്ലെങ്കിൽ അത്രയും എന്താ പറയുക ഉറപ്പോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ കണ്ടില്ല. കാരണം ചിലർ നന്നായിട്ട് സംസാരിക്കും, എന്നാലും നമുക്ക് ഭയങ്കര നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ അത്ര ആത്മവിശ്വാസത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ്. 100%. അതിനകത്തൊരു റീസൺ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എൻ്റെ കൂടെ അതുപോലെ നിൽക്കുന്നതുകൊണ്ടാണ്. ഓക്കെ. ഇപ്പോൾ ഞാനിപ്പോൾ താങ്കൾക്കൊരു വണ്ടി സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾ നാളെ തന്നെ വിളിക്കണം. അതെ അല്ലേ? അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു വണ്ടി എടുക്കുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രോഡക്റ്റിൽ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഹോണ്ടയുടെ പ്രോഡക്റ്റ് തന്നെയാണ്. ഞങ്ങളുടെ ഫാമിലി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹോണ്ട യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ എനിക്ക് അത്രയും ട്രസ്റ്റാണ്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 100% നമുക്ക് ഈ വണ്ടിയെ ട്രസ്റ്റ് ചെയ്യാം. ഹോണ്ടയുടെ ഏത് ബ്രാൻഡ് നിങ്ങൾ 100%. അതിപ്പോൾ ഹോണ്ടയുടെ ബൈക്സ് ആണെങ്കിലും കാറാണെങ്കിലും ജനറേറ്റർ ആണെങ്കിലും ഏതൊരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഹോണ്ടയ്ക്ക് ഹോണ്ടതായിട്ടുള്ളൊരു ലെഗസി ഉണ്ട്. അതവരൊരിക്കലും അത് വിട്ടിട്ട് അവർ ഒരു കാര്യത്തിൽ നിന്നിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം അതാണ്. ഉത്തരവാദിത്വം വയ്ക്കുന്നവരാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട്, നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ഇങ്ങനെ എലിവേറ്റിൻ്റെ ഒരു കേസ് പറഞ്ഞു. അന്നേരം സിറ്റിയുടെ അതെ അതെ. അപ്പം തന്നെ ഞാൻ ശരത്തേനെ വിളിച്ചു. അതിൻ്റെ ഫോളോപ്പും അതിന് ശേഷം അതിൻ്റെ ഒരു റിപ്ലൈ അതേ എനിക്ക് അതിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ തിരുവനന്തപുരം കൊണ്ട മേഖലയിലാണ് ധൈര്യമായിട്ട് മോനയുടെ ഒരു വാഹനം നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ മുത്തൂറ്റിലേക്ക് കയറുക, ശരത്തേനുണ്ട് പേഴ്സണലി പരിചയപ്പെടാം. ഒരു ലൈഫ് ലോങ് റിലേഷൻ തന്നെ ആയിരിക്കും. എന്നാൽ ഇത്ര നേരം നമ്മളോട് സംസാരിച്ച് ശരത്തേൻ്റെ പ്രതിഭ താങ്ക് യു സോ മച്ച്. അപ്പം ഗുഡ് ലക്ക്.